ഇപ്പോ ഈ GST 4 നിരക്കുകളെ രണ്ടാക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഏതൊക്കെയാണ് 4 നിരക്കുകൾ ഉണ്ടായിരുന്നത്? 28, 18, 12, 5. അതിനെ എത്ര നിരക്കുകളായിട്ടാണ് മാറ്റുന്നത്? 28% എന്നൊരു നിരക്കില്ല, പകരം 18, 5 ഇങ്ങനെ 2 നിരക്കുകളേ ഉള്ളൂ. 28% നിരക്കിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ 90% താഴെ 18% കൊണ്ടുവന്നു. 18% ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ 99% 5% കൊണ്ടുവന്നു. അപ്പോ ഈ 28%, ഞാൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാണ്, 28% നികുതിയിൽ ഉണ്ടായിരുന്ന 90% ഉൽപ്പന്നങ്ങൾ 18% മാറ്റി. 18% ഉണ്ടായിരുന്ന 99% ഉൽപ്പന്നങ്ങൾ, അതായത് പണ്ട് 18% നികുതി സ്രോതസ്സിൽ കിടന്നിരുന്ന ഉൽപ്പന്നങ്ങളിൽ 1% ഒഴിച്ച് ബാക്കി മുഴുവനും 5% പോന്നു. 12% എടുത്തു കളയുകയും ചെയ്തു പൂർണ്ണമായിട്ടും. അപ്പൊ 28% എടുത്തു കളഞ്ഞു, 12% എടുത്തു കളഞ്ഞു. 28% ഉണ്ടായിരുന്ന 90% 18% പോന്നു എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 10% എങ്ങോട്ട് പോയി? ആ 10%യാണ് സിൻ ഗുഡ്സ് എന്ന് വെച്ചാൽ പാപ ഉൽപ്പന്നങ്ങൾ. എന്ന് വെച്ചാല് അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും മനസമാധാനത്തിനും ഒക്കെ വിപരീതമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ ക്ഷേമത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ്. അതുകൊണ്ടാണ് അവയെ സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിൻ ഗുഡ്സിനകത്ത്, അതായത് സൂപ്പർ ലക്ഷറീസ് ആണ് സിൻ ഗുഡ്സിൽ വരുന്ന അധിക ഐറ്റംസ്. അതായത് വളരെ വില കൂടിയ കാറുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാത്തരം വെഹിക്കിൾസും, വളരെ വില കൂടിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം വെഹിക്കിൾസും അതിനകത്ത് വരും. അത് സിൻ ഗുഡ്സ് ആണോ വെഹിക്കിൾസ്? അല്ല. സൂപ്പർ ലക്ഷറി ആകുമ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സിൻ ഗുഡ്സ് എന്ന് പറയാം, കാരണം സാധാരണക്കാരന് പ്രാപ്യമല്ല. സാധാരണക്കാർ ധാരാളമുള്ള, പട്ടിണിപ്പാവങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യത്ത് കോടികൾ വിലമതിക്കുന്ന കാറുമായിട്ട് പോകുന്നവർ, പിന്നെ അല്ലെങ്കിൽ അത് സ്വന്തമാക്കി വെക്കുന്നവർ ഓർക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കാം. ബിൽ ഗേറ്റ്സിന്റെ കാര്യം ഓർമ്മിക്കുക. ബിൽ ഗേറ്റ്സ് ലോകത്തെ ഒന്നാമത്തെ അതായത് റിച്ചസ്റ്റ് മാനായിട്ട് പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആ ബിൽ ഗേറ്റ്സിനോട് പത്രക്കാര് ചോദിച്ചു, താങ്കളുടെ സമ്പത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയാമോ? അത് എന്റെ ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കി മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴി നിർധനരായവര്, HIV രോഗികള് തുടങ്ങിയവർക്ക് വേണ്ടി ചെലവഴിക്കാനാണ് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ? താങ്കളുടെ മക്കൾക്ക് എന്തു കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ ചോദിച്ചു പത്രക്കാര്. അദ്ദേഹം എന്തു പറഞ്ഞെന്നറിയുമോ? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അവർ നല്ല ജോലികളിൽ ഇരിക്കുന്നു, അവരായിട്ട് ജോലി സമ്പാദിക്കുകയും ജീവിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം, ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സൂപ്പർ ലക്ഷറി കാറുകളിൽ പോകുന്നവര്, എനിക്ക് തോന്നുന്നില്ല ബിൽ ഗേറ്റ്സ് ഒരു സൂപ്പർ ലക്ഷറി വീടോ സൂപ്പർ ലക്ഷറി കാറുകളില് സൂപ്പർ ലക്ഷറി പ്ലെയിനുകളില് ഒക്കെ യാത്ര ചെയ്യുന്ന ആളായിരിക്കാം. ബിക്കോസ് അദ്ദേഹം ലോകത്തെ റിച്ചസ്റ്റ് മാനാണ്. പക്ഷെ ഇത്ര അധികം ലക്ഷറി ആയിട്ട് പോകുന്ന ആളല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അത് വെച്ച് നോക്കുമ്പോൾ ഈ സൂപ്പർ ലക്ഷറി കാറുകളും സൂപ്പർ ലക്ഷറി ജീവിതവും ഒക്കെ തീർച്ചയായിട്ടും ഒരു സിൻ, ഒരു പാപം തന്നെയാണ്. അന്നത്തിന് വകയില്ലാതെ കോടിക്കണക്കിന് ആളുകളുള്ള രാജ്യത്ത്, നമ്മുടെ രാജ്യം നമുക്കറിയാം, ഞാൻ ഇപ്പോഴും ആവർത്തിക്കാറുള്ളതാണ് എന്റെ സുഹൃത്തുക്കളുടെ മുൻപില്, 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള നമ്മുടെ നാട്, ഒരുപാട് പട്ടിണി പാവങ്ങൾ, എന്തെല്ലാം കഥകളാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ സൂപ്പർ ലക്ഷറി കാറുകളൊക്കെ സിൻ ഗുഡ്സ് തന്നെയാണ്, പാപം ഉള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ, പാപം ഉള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സിൻ ഗുഡ്സ് എന്ന കാറ്റഗറിയിലേക്കാക്കി അവയ്ക്ക് 40%, അതായത് 28% നിന്ന് അവയെ 40% നികുതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ 40% നികുതിയിലേക്ക് ഉയർത്തി കഴിഞ്ഞപ്പോ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ലോട്ടറി ഒരു ഉൽപ്പന്നമാണ്. ഇനി അതുപോലെ മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട്? പാൻ മസാല, ഈ പറയപ്പെട്ട വില കൂടിയ കാറുകൾ,
അങ്ങനെ പല ഉൽപ്പന്നങ്ങളും, അതായത് ആ മദ്യം. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അവയെ സിൻ ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ സിൻ ഗുഡ്സിനെയാണ് 40% നികുതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ലോട്ടറി ഈ സിൻ ഗുഡ്സിന്റെ കൂട്ടത്തിൽ 40% നികുതിയിലേക്ക് ഉയർത്തപ്പെട്ടത് വലിയ തിരിച്ചടിയായിട്ടാണ് കാണുന്നത്. കാരണം ലോട്ടറി എടുക്കുന്നവരുടെ ലോട്ടറിയുടെ വില കൂട്ടണം. അത് മാത്രമല്ല, ലോട്ടറിയുടെ വില കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ 40% നികുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം 40% നികുതി ഇല്ല. ഇപ്പൊ നിലവിലിരിക്കുന്ന നികുതി അനുസരിച്ച് 30% നികുതിയാണ്. പിന്നെ അതായത് ഈ ഒരു ലെവല് കഴിഞ്ഞാൽ, ഇൻകത്തിന്റെ ഒരു ലെവല് കഴിഞ്ഞാൽ 30% നികുതി വരികയാണ് 25 കോടിയുടെ ഒക്കെ ലോട്ടറിക്ക് കൊടുക്കേണ്ടത്. 30% നികുതി മാത്രമൊന്നുമല്ല, അത് കൂടാതെ തന്നെ പല തരത്തിലുള്ള മറ്റ് ചാർജസ് ഉണ്ട്. ആ ചാർജസും എല്ലാം പിരിച്ചു കഴിയുമ്പോഴത്തേക്ക് 25 കോടി ലോട്ടറി അടിച്ചവന് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം ഒരു 10-12 കോടിക്കടുത്താണ് കിട്ടുന്നത്. അപ്പൊ 28% നികുതി 40% നികുതിയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലോ ഈ 12 കോടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 10 കോടിയിലും താഴേക്ക് പോകും. അങ്ങനെ 10 കോടിയിലും താഴേക്ക് പോകുമ്പോഴേക്ക് ലോട്ടറി എടുക്കാനുള്ള ആ ഒരു താല്പര്യം കുറയും. പിന്നെ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാമെന്ന് വെച്ചാലോ അപ്പൊ വീണ്ടും അടിയാവും. അതായത് ലോട്ടറി മേടിക്കാൻ ആൾക്കാർ കുറയും എന്നാണ് പറയുന്നത്. പക്ഷെ അതില് ഈ ലോട്ടറി എന്ന ഒരു ഭ്രാന്തുമായി നടക്കുന്ന മനുഷ്യർക്ക് 40% പിന്നെ ഇത് ആകുമ്പോൾ ശരിക്കും ലോട്ടറി അടിക്കുന്നവർ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഇപ്പൊ 12 കോടി കിട്ടുന്നിടത്താണ് അവന് 10 കോടി അതിൽ താഴെയായിട്ട് കുറയുന്നത്. അപ്പൊ 25 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക്, അതായത് അത് ലോട്ടറി എന്നുള്ളത് വരുമാനമാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അതാണ് സംസ്ഥാന ഗവൺമെന്റിനെ ഏറ്റവും അധികം ഖേദിപ്പിക്കുന്ന ഘടകം. നേരിട്ട് ഈ ടാക്സ് ഒക്കെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്, ഡയറക്റ്റ് ടാക്സസ് ആയത് കാരണം. അങ്ങനെ ഡയറക്റ്റ് ടാക്സസ് ഒക്കെ പോകുന്നു. അത് കഴിഞ്ഞ് അത് ഫിനാൻസ് കമ്മീഷൻ വഴിയോ മറ്റതുപോലെയുള്ള വഴികളിലൂടെ ഒരു ഭാഗം മാത്രമേ അതിന്റെ സംസ്ഥാനത്തിന് കിട്ടുകയുള്ളൂ. അപ്പൊ സത്യത്തില് ആ റവന്യൂ വരുന്നത് സംസ്ഥാനത്തിനല്ല, അത് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അത് തന്നെയാണ് സംസ്ഥാനം ഈ 40%-ത്തിലേക്ക് ഉയർത്തിയതിൽ ആകുല കാണും, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് എണ്ണം, അതായത് ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിച്ചാലും വർദ്ധിപ്പിച്ചില്ലെങ്കിലും ഈ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണേണ്ടതാണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ കാരുണ്യ ലോട്ടറി, അതായത് ഈ ലോട്ടറിയുടെ ആണ് ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം, പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാരുണ്യ ലോട്ടറി പിന്നെ വരുമാനം ഈ ലോട്ടറി വിൽപ്പനയിൽ നിന്നാണ് എന്ന് ഈ അടുത്ത ദിവസം ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നു. ഇതിനു മുൻപ് ഗവൺമെന്റ് വൃത്തങ്ങൾ അത് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് തോന്നും. അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 14,000 കോടിയിലധികമാണ് ലോട്ടറിയിൽ നിന്ന് ഈ 24-25 വർഷം ഉണ്ടായിട്ടുള്ള റവന്യൂ. അതായത് 14,000 കോടി അധികം, കൃത്യമായിട്ട് ആ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, 14,000 കോടിയിലധികമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 14,000 കോടിയിലധികം ലോട്ടറി വിറ്റ് വരുമാനം ഉണ്ടായിട്ടും 1,500 കോടി ലോട്ടറി, കാരുണ്യ ലോട്ടറിയുടെ കടബാധ്യതയായിട്ട് കിടക്കുകയാണ്. ആ കാരുണ്യ ലോട്ടറി സിസ്റ്റത്തിൽ ഗവൺമെന്റുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുന്ന മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ഇവയ്ക്കൊക്കെ, അതായത് അവയൊക്കെ കാരുണ്യ ബെനവലൻസ് സ്കീമിൽ പെടുത്തി ചികിത്സിച്ച രോഗികൾക്ക് വേണ്ടി ക്ലെയിം ചെയ്ത തുക, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട തുക 1,500 കോടിയിലധികം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ആ ലോട്ടറി വിറ്റ്, അതായത് ആ സ്കീമിൽ നിന്ന് പുറത്താകാൻ ആഗ്രഹിക്കുകയും അത് ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഈ ഗവൺമെന്റ് ഈ രോഗികളോടുള്ള ആ സമീപനം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കാരുണ്യ ലോട്ടറിയുടെ ഫണ്ട് എന്ത് ചെയ്തു? CAG ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു ധൂർത്തുകൾക്ക് വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന രോഗികൾ 5 തരം മാരക രോഗങ്ങൾ, ഹൃദയത്തെയും കിഡ്നിയെയും പിന്നെ അതുപോലെ ലിവറിനെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് പിന്നെ KM മാണി സാറ്, അതിന് പ്രചോദനമായത് ബിജു പ്രഭാകർ എന്ന ലോട്ടറീസ് ഡയറക്ടർ,
ബിജു പ്രഭാകർ IAS ആയിരുന്നു, അന്ന് ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ഒരു ലോട്ടറി തുടങ്ങുക, ആ ഫണ്ട് എടുത്ത് ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക്, അത് മാണി സാർ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി വരുന്നത്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളെ സഹായിച്ചുകൊണ്ടിരുന്ന ലോട്ടറി സിസ്റ്റം ആയിരുന്നു. അതിനെ LDF ഗവൺമെന്റ് വന്നപ്പോൾ അതിൽ പേരിലൊരു മാറ്റം ഉണ്ടാക്കി. പോട്ടെ, സാരമില്ല, പേരിൽ എന്ത് കാര്യം. പക്ഷേ ആ ഫണ്ട് വകമാറ്റിയത് മൂലം ആ സിസ്റ്റം തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ലോട്ടറിയുടെ ഈ നികുതി 40% മാറ്റി അതിനെ സിൻഗുഡ്സിൽ പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന്. അപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ കാരണം കൊണ്ട്, അതായത് ഈ ഭ്രാന്തമായിട്ട് ലോട്ടറിയുടെ പുറകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ജനത, അതായത് ഷോർട്ട് കട്ട് ടു പ്രോസ്പെരിറ്റി എന്ന് കേട്ടിട്ടില്ലേ? സമ്പത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട്, അത് നോക്കി നടക്കുന്നവരാണ് ഇങ്ങനെ ലോട്ടറി എടുത്ത് പണക്കാരനാകാം, കോടീശ്വരനാകാം എന്ന് വിചാരിക്കുന്നത്. നോർമൽ ബുദ്ധിയുള്ളവരാരും ലോട്ടറി എടുത്ത് പണക്കാരിയാകണം എന്ന് ആഗ്രഹിക്കുകയില്ല. അവര് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് മേധാശക്തി കൊണ്ടും കായിക ശക്തി കൊണ്ടും കഠിനാധ്വാനം ചെയ്ത് പടിയായിട്ടാണ് സമ്പത്തിന്റെ പടികൾ കയറുക. അതല്ലാതെ ഷോർട്ട് കട്ട് ടു പ്രോസ്പെരിറ്റി നോക്കി പോകുന്നവരല്ല. അതുകൊണ്ടാണ് ലോട്ടറിയെ ഒരു സിൻ ഗുഡ് ആയിട്ട് തന്നെ പറയപ്പെട്ട GSTയുടെ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ അങ്ങനെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തുമാകട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഈ ലോട്ടറി, കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സാർത്ഥം കാത്തു കിടക്കുന്ന ആയിരക്കണക്കിന് കേരളത്തിലെ രോഗികളെയും കുടിശ്ശിക കിട്ടാതെ വിഷമിക്കുന്ന ഹോസ്പിറ്റൽസിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനിയും GSTയിലേക്ക് തന്നെ പോവുക, GSTയുടെ റീസ്ട്രക്ചറിങ്. അപ്പോൾ ഇവിടെ കേരളത്തിലെ മുറിമുറുപ്പ് ഉണ്ടാകാനുള്ള കാരണം ഇതൊക്കെയാണ്. നികുതി വർദ്ധിപ്പിച്ചു, അത് കാരണം ലോട്ടറിയുടെ സെയിൽ കുറയും, വരുമാനം കുറയും, പിന്നെ അതുപോലെ ലോട്ടറി അടിക്കുന്നവരുടെ കയ്യിൽ കിട്ടുന്ന പണം കുറയും എന്നൊക്കെയുള്ള കാരണങ്ങൾ. ഈ കാരണങ്ങളൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ലോട്ടറി ഒരു സിൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മദ്യപന്മാരെ പോലെയാണ് ഈ ലോട്ടറിയോട് ആഭിമുഖ്യമുള്ളവര്. ഓരോ ദിവസവും ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിൽ നിന്ന്, അതായത് അവനവന്റെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കാതെയാണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത്, അതായത് ശരിക്കും പറഞ്ഞ മദ്യപാന ശീലം പോലെയാണ് ലോട്ടറി ശീലം വന്നു കഴിഞ്ഞാൽ. കോടീശ്വരനാകാനുള്ള ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടുപോയി ലോട്ടറിക്ക് കൊടുത്ത് വാങ്ങുന്നത്. അതായത് ഈ പറയപ്പെട്ട പ്രചാരണ തന്ത്രങ്ങളിലൊക്കെ പെട്ട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഓണക്കാലത്തും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന മനുഷ്യരുടെ മാനസിക നിലയേക്കാൾ മോശപ്പെട്ട മാനസിക നിലയാണ് സാധാരണ രീതിയിൽ സ്ഥിരം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ളത്. അപ്പൊ അതൊരു സിൻ ഗുഡ് തന്നെയാണ്. ആ നികുതിയെ അതുകൊണ്ട് അത്രയധികം അപലപിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി രണ്ടായാലും അപലപിക്കുന്നെങ്കിൽ തന്നെയും ഗവൺമെന്റ് ഓർക്കണം, ഈ ലോട്ടറി വഴിയായിട്ട്, കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് കൊടുക്കാത്ത ഗവൺമെന്റ് ഇപ്പോ ഇതിന്റെ പേരില് കേന്ദ്രത്തെ പഴിചാരുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇപ്പോൾ.